ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ടൈം ഓഫ് സപ്ലൈ, അതേപോലെ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ, ഈ മൂന്നിനെ പറ്റിയാണ്. ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്, അതായത് നമ്മളൊരു ഗുഡ്സിന്റെ കാര്യത്തിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത്, അതാണ് അതിന്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി സർവീസിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഒരു സർവീസ് കംപ്ലീറ്റ് ചെയ്ത് വിത്തിൻ 30 ഡേയ്സിലിടക്ക് ഇൻവോയ്സ് കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒരു ടൈം ഓഫ് സപ്ലൈ എന്നുള്ളൊരു കണ്ടീഷൻ. നിങ്ങൾ സർവീസ് കഴിഞ്ഞ് വിത്തിൻ 30 ഡേയ്സിലിടക്ക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അതിന്റെ ഇൻവോയ്സ് ചെയ്തിരിക്കണം എന്നാണ്. ഇനി ഗുഡ്സിന്റെ കേസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡെലിവറി ഓഫ് ഗുഡ്സ് ആണ്. സർവീസിന്റെ കേസിൽ വിത്തിൻ 30 ഡേയ്സിലിടക്ക് നമ്മൾ ഇൻവോയ്സ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ബാങ്കിങ് ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ച് അതൊരു 45 ഡേയ്സ് വരെ സമയം കൊടുക്കുന്നുണ്ട്. കാരണം അതിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് ബാങ്കിങ് ഇൻഷുറൻസ് കമ്പനികളിൽ അതെന്ത് ചെയ്യുന്നത്, കുറെ ഇത് കൊടുക്കുന്നു, 45 ഡേയ്സ് വരെ സമയം കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് സെക്ഷൻ 14 നോക്കുവാണെങ്കിൽ നമുക്കറിയാം, GST പലപ്പോഴും ഈ റേറ്റ് ചേഞ്ച് ഇടക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ റേറ്റ് ചേഞ്ച് GST സംഭവിക്കുമ്പോൾ, അതായത് ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ സെപ്റ്റംബർ 2025 ഒരുപാട് റേറ്റ് ചേഞ്ചുകൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ 18 ജൂലൈ 2022 ഒരുപാട് റേറ്റ് ചേഞ്ചുകൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടാക്സിന്റെ റേറ്റ് കൂടുതലും ഔട്ട്പുട്ട് ടാക്സിന്റെ റേറ്റ് കുറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അതിനൊന്ന് അതായത് ഇൻപുട്ട് ടാക്സിന്റെ റേറ്റ് കൂടുക, ഔട്ട്പുട്ട് ടാക്സിന്റെ റേറ്റ് കുറയാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊന്ന് ഇത് ചെയ്യാൻ വേണ്ടി, ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് 18 ജൂലൈ 2022 ഒരുപാട് റേറ്റുകൾ ഗവൺമെന്റ്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ PWD കോൺട്രാക്ടറൊക്കെ 18 ജൂലൈ 2022 മുമ്പ് അവരുടെയൊക്കെ GST റേറ്റ് എന്ന് പറയുന്നത് 12%, ഔട്ട്പുട്ട് ടാക്സ് റേറ്റ് 12% ആണ്. പക്ഷെ അവർ വാങ്ങുന്ന മിക്ക സാധനങ്ങളുടെയും റേറ്റ് 18%, ആ സമയത്ത് സിമെന്റിന്റെ ഒക്കെ 28% ഒക്കെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇൻപുട്ട് ടാക്സിന്റെ റേറ്റ് കൂടുതൽ, ഔട്ട്പുട്ട് ടാക്സിന്റെ റേറ്റ് കുറയും. ഇതിനെയാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. അപ്പൊ ഗവൺമെന്റ് 18 ജൂലൈ 2022 ഈ PWD കോൺട്രാക്ടറുടെ റേറ്റ് എന്താക്കി, 18%, ഔട്ട്പുട്ട് ടാക്സിന്റെ റേറ്റ് 18% ഉയർത്തി. അപ്പോൾ ഏതാണ്ട് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിന് എന്ത് ചെയ്തിട്ടുണ്ട്, ബാലൻസ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു PWD കോൺട്രാക്ട് അവർ ചെയ്യുന്ന അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു 18 ജൂലൈക്ക് മുമ്പ്. അവരുടെ ബില്ലിങ് 18 ജൂലൈക്ക് മുമ്പാണ് ചെയ്തത് എന്ന് വിചാരിക്കുക. 18 ജൂലൈ 2022 മുമ്പാണ് ചെയ്തത്. പക്ഷെ അവർക്ക് പേയ്മെന്റ് കിട്ടുന്നത് 25 ജൂലൈക്കാണെങ്കിൽ, ഇപ്പൊ ബില്ലിങ് ചെയ്യുമ്പോഴും 12% ആണ്, വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും 12% ആണ്. പക്ഷെ പേയ്മെന്റ് കിട്ടുന്ന സമയത്ത് റേറ്റ് ഓഫ് ടാക്സ് അത്രയും മാറിയിട്ടുണ്ട്, 18 ജൂലൈ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ, അതായത് പെട്ടെന്ന് GST റേറ്റുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഏത് GST റേറ്റ് ആണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ സെക്ഷൻ 14 വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 3 ഇവന്റ് ആണ് ഒരു ട്രാൻസാക്ഷനിൽ ഉണ്ടാവുക, ഒരു ഇതിലുണ്ടാവുക. ഒന്ന്, നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻവോയ്സ് ചെയ്യാം. മൂന്നാമത്തെ കണ്ടീഷൻ നമ്മുടെ പേയ്മെന്റ്. ഈ 3 കണ്ടീഷൻസിൽ 2 കണ്ടീഷൻ എപ്പോഴാണോ നടക്കുന്നത്, ഈ 3 കണ്ടീഷൻസിൽ 2 കണ്ടീഷൻസ് എപ്പോഴാണോ നടക്കുന്നത്, ആ സമയത്ത് ഏതാണോ റേറ്റ് ഓഫ് ടാക്സ്, അതാണ് ആ ട്രാൻസാക്ഷന്റെ റേറ്റ് ഓഫ് ടാക്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ് GST നിയമം പറയുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. അതായത് ഈ 3 സംഭവത്തിൽ, ഒന്ന് നമ്മളുടെ ഇൻവോയ്സിങ്, നമ്മുടെ വർക്ക് കംപ്ലീഷൻ, പേയ്മെന്റ് റിസീപ്റ്റ്, ഈ 3 കണ്ടീഷൻസിൽ 2 സംഭവം ഏത് റേറ്റ് ഓഫ് ടാക്സിലാണോ സംഭവിക്കുന്നത്, അതാണ് ഓൾ ട്രാൻസാക്ഷൻസിന്റെ റേറ്റ് ഓഫ് ടാക്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ് GST നിയമം പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ 12% കാരണം 2 ഇവന്റ് നടക്കുന്നത് 12%. ഇനി വർക്ക് കംപ്ലീറ്റ് ചെയ്തു, ഇൻവോയ്സ് ചെയ്യുന്നതും 18 ജൂലൈക്ക് ശേഷം, പേയ്മെന്റ് കിട്ടുന്നതും 18 ജൂലൈക്ക് ശേഷമാണെങ്കിൽ ആ ട്രാൻസാക്ഷന്റെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 18%. ഇനി ഇൻവോയ്സ് ചെയ്തു 18 ജൂലൈക്ക് മുമ്പ്, വർക്ക് കംപ്ലീറ്റ് ചെയ്തതും 18 ജൂലൈക്ക് ശേഷം,
പേയ്മെന്റ് കിട്ടുന്നതും 18th ജൂലൈക്ക് ശേഷമാണെങ്കിൽ ആ ട്രാൻസാക്ഷന്റെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 18%. കാരണം ഈ 3 ഇവന്റിൽ 2 ഇവന്റും നടക്കുന്നത് ടാക്സ് റേറ്റ് ചേഞ്ച് ചെയ്തതിന് ശേഷം ആയതുകൊണ്ട് അതിന്റെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 18%. ഇതാണ് ടൈം ഓഫ് സപ്ലൈയിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത്. കാരണം ടൈം ഓഫ് സപ്ലൈ മെയിൻ ആയിട്ട് നോക്കുന്നത് ഏത് പീരീഡിൽ എപ്പോഴാണ് നമുക്ക് ടാക്സ് ലാബിലിറ്റി വരുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് പ്ലേസ് ഓഫ് സപ്ലൈ ആണ്. GST സംബന്ധിച്ച് പ്ലേസ് ഓഫ് സപ്ലൈ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. എന്തുകൊണ്ടാണ് GST പ്ലേസ് ഓഫ് സപ്ലൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, പ്ലേസ് ഓഫ് സപ്ലൈ നോക്കിയാണ് അത് CGST ആണോ IGST ആണോ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം പ്ലേസ് ഓഫ് സപ്ലൈ അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സാധാരണ കേസിൽ ഒരു B2B ഇൻവോയ്സ് ആണ് ചെയ്യുന്നത് എങ്കിൽ B2B ഇൻവോയ്സിന്റെ കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് റിസിപ്പിയന്റിന്റെ പ്ലേസ് തന്നെയാണ്. റിസിപ്പിയന്റ് എവിടെയാണോ അവരുടെ അഡ്രസ് ഏതാണോ അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി B2Cന്റെ കേസിലാണെങ്കിൽ 50,000 രൂപ വരെയുള്ള ബില്ലുകൾക്ക് B2C ബില്ലുകൾക്ക് എന്തിന്റെ ആവശ്യമില്ല, കസ്റ്റമേഴ്സിന്റെ ഫുൾ അഡ്രസ് കൊടുക്കണം എന്ന് ആവശ്യമില്ല. പക്ഷെ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കണം. അപ്പൊ ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നു, ബാംഗ്ലൂരിൽ പോയിട്ട് ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നു. അപ്പൊ അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 20,000 ആണെന്ന് കരുതുക. അപ്പൊ ഞാൻ അതിന്റെ അഡ്രസ്സ് കംപ്ലീറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, പിന്നെ സപ്ലയറുടെ സ്ഥലം തന്നെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ, ബാംഗ്ലൂർ തന്നെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഡിമാൻഡ് ചെയ്യുന്നു, ഞാൻ 20,000 കൊടുക്കും, എന്റെ ഫുൾ അഡ്രസ്സ് കേരളത്തിന്റെ അഡ്രസ്സ് കൊടുക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്ലേസ് ഓഫ് സപ്ലൈ എന്തായി, കേരളമാണ്. അപ്പൊ B2Cന്റെ സിനാരിയോയില് 50,000ന്റെ താഴെയാണെങ്കിൽ ചെയ്യണമെന്നില്ല. അതായത് B2Cയിൽ ഫുൾ അഡ്രസ് ചെയ്യണമെന്നില്ല. പക്ഷേ എന്ത് വേണം, പിന്നെ 50,000 രൂപയിൽ മുകളിലാണെങ്കിൽ ഫുൾ അഡ്രസ് കൊടുക്കണം. അതേപോലെ തന്നെ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യണം, അവരുടെ അഡ്രസ് കൊടുക്കണം. അപ്പൊ ഇതാണ് പിന്നെ പ്ലേസ് ഓഫ് സപ്ലൈനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ CGST IGST ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി വേറൊരു സിനാരിയോ നോക്കുവാണെങ്കിൽ, ഇപ്പൊ ഞാൻ കേരളത്തിലുള്ളൊരു GST രജിസ്ട്രേഷനുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കർണാടകയിൽ ബാംഗ്ലൂരിൽ പോയിട്ട് താമസിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ സാധാരണ നിലയിൽ നോക്കുവാണെങ്കിൽ, ഇപ്പൊ കർണാടകയിൽ ഉള്ള ഒരാള്, കേരളത്തിലുള്ളൊരു GST രജിസ്ട്രേഷൻ ഉള്ള ഒരാള് ബാംഗ്ലൂരിൽ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. ശരിക്കും അത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്, 2 സംസ്ഥാനങ്ങൾ തമ്മിൽ നടക്കുന്ന സപ്ലൈ ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വേണം, ശരിക്കും പറഞ്ഞാൽ IGST ആണ് ചാർജ് ചെയ്യേണ്ടത്, അല്ലെ? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈയിൽ സ്വാഭാവികമായിട്ടും എന്താണ് ചാർജ് ചെയ്യേണ്ടത്, IGST ആണ് ചാർജ് ചെയ്യേണ്ടത്. പക്ഷേ ഈ പ്ലേസ് ഓഫ് സപ്ലൈ റിലേറ്റഡ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവിടെ, കാരണം ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്കറിയാം GST എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് എവിടെയാണോ കൺസ്യൂം ചെയ്യുന്നത് അവിടെ ടാക്സ് കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇത് GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ബാംഗ്ലൂരിൽ പോയിട്ട് അവിടെയുള്ള ഹോട്ടലിലാണ് താമസം. അപ്പൊ അവിടെയുള്ള ഹോട്ടലിലേക്ക് സ്റ്റേ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഹോട്ടലിൽ എടുത്തിട്ട് എന്ത് ചെയ്യുന്നില്ല, കേരളത്തിൽ കൊണ്ടുവന്നിട്ട് കേരളത്തിലല്ല താമസിക്കുന്നത്, ബാംഗ്ലൂരിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ കൺസംഷൻ നടക്കുന്ന എവിടെയാണ്, കർണാടക, ബാംഗ്ലൂരിൽ തന്നെയാണ്. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ റിലേറ്റഡ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ്. ഇപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കേരളത്തിൽ നിന്ന് കർണാടകയിൽ പോയിട്ട് സ്റ്റേ ചെയ്യുന്നു, ബിസിനസ് ആവശ്യമാണെങ്കിലും അവിടെ ഞാൻ 32 എന്നുള്ള എന്റെ GST നമ്പർ കൊടുക്കുകയാണെങ്കിൽ പോലും അവർ ഏതിലെ ബില്ല് ചെയ്യുള്ളൂ, CGST SGSTയിലെ ബില്ല് ചെയ്യുള്ളൂ. ഈ ഇൻപുട്ട് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റുമോ? തീർച്ചയായും എടുക്കാൻ പറ്റൂല. കാരണം ഇത് നമ്മളുടെ 2B, അവരെന്ത് ചെയ്യും, GSTR 1 ചെയ്യുമ്പോൾ അവര് പിന്നെ 32 അടിക്കുമ്പോൾ ബൈ ഡിഫോൾട്ട് പിന്നെ കേരള എന്നാണ് വരിക, IGST ആണ് റിഫ്ലക്ട് ആവുക. പക്ഷെ എന്ത് ചെയ്യണം, മാനുവലി GSTR 1 കേരള മാറ്റി കർണാടകയാക്കണം. CGST SGSTയിലാണ് ബില്ല് അപ്ലോഡ് ചെയ്യേണ്ടത്. GSTR 1 അവർ GSTR 1 അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, നമ്മളുടെ 2Bയിൽ അത് റിഫ്ലക്ട് ആകും. 2B വഴി 3Bയിലേക്ക് ആ ഇൻപുട്ട് വരികയും ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഇന്റലിജിബിൾ ഇൻപുട്ടാണ്, നമുക്ക് എടുക്കാൻ വേണ്ടി പാടില്ലാത്ത ഇൻപുട്ടുകളാണ്. അപ്പൊ നമ്മൾ ഈ ഇൻപുട്ട് നമ്മൾ റിവേഴ്സ് ചെയ്ത് കളയണം. 2 ടൈപ്പ് റിവേഴ്സൽ ഉണ്ട് നമുക്കറിയാം. GSTR 3Bയിൽ നമുക്ക് 2 ടൈപ്പ് റിവേഴ്സൽ ഉണ്ട്. അപ്പൊ ഏതിൽ നമ്മൾ റിവേഴ്സ് ചെയ്യണം, നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടത്
പെർമനന്റ് റിവേഴ്സൽ, അതായത് ഒന്നില് റിവേഴ്സ് ചെയ്യണം, പെർമനന്റ്ലി അതേഴ്സിലല്ല, പെർമനന്റ് റിവേഴ്സ് ചെയ്യണം. അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല, ഫ്യൂച്ചറിൽ നമുക്ക് റീക്ലെയിം ചെയ്യാൻ വേണ്ടി പാടില്ല. ഇനി അത് അവിടെ റിവേഴ്സും ചെയ്യണം. അതിന്റെ താഴെ ഒരു അതർ ഡീറ്റെയിൽസിൽ ചോദിക്കുന്നുണ്ട്, പ്ലേസ് ഓൺ സപ്ലൈ, അതായത് POS വഴി നിങ്ങൾക്ക് വല്ല ഇൻപുട്ടും നഷ്ടമായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഈ എമൗണ്ട് എഴുതണം. അപ്പൊ നമുക്ക് ഈ ഇൻപുട്ട് നമുക്ക് എന്തെല്ലാം ഇൻഎലിജിബിൾ ആയ ഇൻപുട്ടാണ്, അത് നമ്മൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത്. നാളെ നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.